മക്കളെ ശരിക്കും ആലോചിച്ചോ. ഇന്ന് എരുമാട് വാല് കഴിഞ്ഞിട്ട് ഞാൻ സുള്ളിയിൽ വന്നിട്ട് ഞാനൊരു വീട്ടിൽ ഇങ്ങനെ കുറച്ചു നേരം അവിടെ താമസിച്ചു. അവിടെ നിന്ന് ഞാൻ എന്റെ ഉമ്മാനോട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോ ആ വീട്ടുകാരൻ അവിടെ ഉണ്ട്, എന്റെ ഒരു സ്നേഹിതൻ അവിടെ ഉണ്ട്. രണ്ടാളുടെയും ഉമ്മമാര് മരിച്ചിട്ടുണ്ട്, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഞാനിങ്ങനെ എന്റെ ഉമ്മാനോട് ഫോൺ വിളിച്ചിങ്ങനെ സംസാരിക്കുമ്പോ ആ രണ്ട് മക്കള് അവര് വലിയ കച്ചവടക്കാരാണ് രണ്ടാളും. അവരെന്നോട് പറഞ്ഞു, മിണ്ടി ഉസ്താദേ, എത്ര കിട്ടുന്ന അത്ര ഉമ്മാനോട് മിണ്ടി. ഞങ്ങൾക്കും ഇപ്പൊ തോന്നുന്നുണ്ട് ഉമ്മനോട് മിണ്ടണോന്ന്, പക്ഷെ കഴിയണില്ല. ഉമ്മ ഞങ്ങളെക്കാളും നേരത്തെ പോയി ഖബറിൽ കിടന്നു. ഇനി ആ ഉമ്മാക്ക് ഫോൺ വിളിച്ചാ കിട്ടൂലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴും ഞാൻ ഈ സ്റ്റേജിലോട്ട് കയറി വരുമ്പോ ഉമ്മാന്റെ മിസ് കോൾ വന്നു. ഉടനെ ഞാൻ അങ്ങോട്ട് വിളിച്ചു. അവരോട് സംസാരിച്ചിട്ട് മതി ഞങ്ങൾക്ക് സ്റ്റേജിൽ കയറാൻ. ചെറുപ്പക്കാരാ, ഇപ്പോഴും ഞാനൊരു വാക്ക് പറയട്ടെ നിന്നോട്, നീ കേൾക്കുമെങ്കിൽ. സ്നേഹത്തോട് എന്റെ ഒരു അനുജനായി കണ്ട്, എന്റെ ജ്യേഷ്ഠനായി കണ്ട് നിന്നോട് ഞാൻ പറയാം, ഏത് കോള് വേണമെങ്കിലും നീ നെഗ്ലക്ട് ചെയ്തോ. നിന്റെ മാതാപിതാക്കളുടെ കോള് നെഗ്ലക്ട് ചെയ്യരുത് കേട്ടോ. നിന്റെ മാതാപിതാക്കളുടെ കോള് നീ നെഗ്ലക്ട് ചെയ്യരുത്.